ഓക്കെ, ഗുഡ് മോർണിംഗ്. ഇപ്പൊ നമുക്കിന്ന് 14ാമത്തെ ലെസൺ ആണ് അല്ലേ? ബാക്കിയുള്ളത് എല്ലാവരും വായിച്ചിട്ടുണ്ടായിരുന്നോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എഴുതിയത് കംപ്ലീറ്റ് ബൈ ഹാർട്ട് പഠിക്കണ്ട കേട്ടോ. നോക്കി ചിഹ്നങ്ങൾ വെച്ച് നോക്കി വായിക്കാൻ പറ്റണം. ഓക്കെ, അപ്പൊ നമുക്കിന്ന് 14ാമത്തെ ലെസൺ ശ്രദ്ധിച്ചോ എല്ലാവരും? ആരെങ്കിലും നോക്കിയോ? എന്താണ് പാഠം? എന്താണ് മക്കളെ? എന്താണ് പാഠത്തിന്റെ പേര്? തിരുവോണം. തിരുവോണം അല്ലെ? തിരുവോണം എന്നാണ് പാഠത്തിന്റെ പേര്. നിങ്ങൾക്ക് അറിയാലോ ഓണത്തിനെ കുറിച്ച്? ഓണം എപ്പോഴാണ് ആഘോഷിക്കുന്നത് നമ്മള്? എപ്പോഴാണ് ആൻഡ്രോസ് ഡെന്നി? ഓണം നമ്മൾ എപ്പോഴാണ് ആഘോഷിക്കുന്നത്? ചിങ്ങമാസത്തിലാണ് ആഘോഷിക്കുന്നത് അല്ലേ? ഓണത്തിനെ പറ്റിയുള്ള സങ്കല്പം എന്താണെന്ന് അറിയോ? ഓണം നാളിൽ മഹാബലി നമ്മുടെ നാട് കാണാൻ വരുമെന്നാണ് അല്ലേ നമുക്ക് സങ്കല്പിക്കുന്നത് അല്ലേ? ഓണത്തിന്റെ ദിവസം മാവേലി നമ്മുടെ നാട് കാണാൻ വരുമെന്നാണ്, നമ്മളെയൊക്കെ കാണാൻ വരുമെന്നാണ് സങ്കല്പം അല്ലേ? ഓക്കെ, പിന്നെ നമ്മുടെ ദേശീയോത്സവമാണ് ഓണം അല്ലേ? നമ്മുടെ ദേശീയോത്സവമാണ് ഓണം. അപ്പോ മഹാബലിയുമായി ബന്ധപ്പെട്ട ഐതിഹ്യമാണ് ഓണത്തിന് പിന്നിലുള്ളത് അല്ലേ? മഹാബലിനെ അറിയോ എല്ലാവർക്കും? ഓണത്തിനെ പറ്റിയുള്ള ഐതിഹ്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഓണം ചിങ്ങമാസത്തിലാണ് ആഘോഷിക്കുന്നത്. ഓണം നാളില് മഹാബലി നമ്മുടെ നാട് കാണാൻ വരുമെന്നാണ്, നമ്മളൊക്കെ കാണാൻ വരുമെന്നാണ് സങ്കല്പം. പിന്നെയോ ഓണം നാളിൽ നമ്മൾ എന്ത് ചെയ്യും? വിഭവസമൃദ്ധമായ സദ്യയൊക്കെ ഉണ്ടാക്കി മുറ്റത്തെ പൂക്കളൊക്കെ തയ്യാറാക്കി ഇങ്ങനെ മഹാബലിനെ നമ്മൾ വരവേൽക്കാൻ വേണ്ടി വീടും നാടും ഒക്കെ അണിഞ്ഞൊരുങ്ങി ഇങ്ങനെ കാത്തു നിൽക്കും അല്ലെ? അങ്ങനെയാണ് ഓണത്തിനെ പറ്റിയുള്ള സങ്കല്പമുള്ളത്. അപ്പൊ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് കുട്ടികളൊക്കെ ഊഞ്ഞാലൊക്കെ ആടിയല്ലേ? അങ്ങനെയൊക്കെയാണ് ഓണം നമ്മൾ ആഘോഷിക്കുന്നത്. എന്തുകൊണ്ടാണ്? മഹാബലി നമ്മുടെ നാട് വാണുന്ന സമയത്ത് എവിടെയും സമ്പൽ സമൃദ്ധമായിരുന്നു അല്ലേ? അപ്പൊ അതുപോലെ മഹാബലി നാട് കാണാൻ വരുന്ന സമയം ഇപ്പോൾ നമ്മൾ അങ്ങനെയാണെന്ന് കാണിക്കാനാണ് അല്ലേ? അങ്ങനെയാണ് ഓണത്തിനെ പറ്റിയുള്ള ഐതിഹ്യം. ഓക്കെ, മഹാബലിയെ നിങ്ങൾ കണ്ടോ? അവിടെ പിക്ചറിലുണ്ട്, മഹാബലി ഉണ്ട്. നല്ല തിരുവോണ പൂക്കളം തയ്യാറാക്കിയിട്ടുണ്ട് അല്ലേ അവിടെ? ഓക്കെ, അപ്പോ ഓണത്തെ പറ്റിയുള്ള കാര്യങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടത് അല്ലേ? ചൊല്ലാം രസിക്കാം എന്നുണ്ട്. ഫസ്റ്റ് ഒരു പാട്ടുണ്ടല്ലേ അവിടെ, നമുക്ക് പാടാം ഓണപ്പാട്ടല്ലേ? മാവേലിനെ പറ്റിയൊക്കെയുള്ള ഓണത്തിനെ കുറിച്ചുള്ള നല്ലൊരു പാട്ടുണ്ട് അവിടെ. മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കുമൊട്ടില്ല താനും കള്ളവുമില്ല ചതിവുമില്ല എള്ളോളമില്ല പൊളിവചനം കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല അല്ലേ? അതാണ് സോങ്. എന്താണ് മനസ്സിലായത്? മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ അല്ലേ? മഹാബലി നാടുവാണിടുന്ന സമയത്ത് എങ്ങനെയായിരുന്നു? മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരുപോലെ ആയിരുന്നു അർത്ഥം അല്ലേ? എങ്ങനെയാ അങ്ങനെ പറഞ്ഞാൽ ഒരുപോലെന്ന്? മനുഷ്യരെല്ലാരും ഒന്നുപോലെയാണെന്നല്ല അർത്ഥം കേട്ടോ. ഇതുപോലെ ഒന്ന് എഴുതിയത് പോലെ അല്ല അല്ലേ? എല്ലാരും ഒരുപോലെ സമത്വത്തോടെ ജീവിച്ചിരുന്ന ഒരു കാലമായിരുന്നു ഏത്? മഹാബലി നമ്മുടെ നാട് വാണ കാലം അല്ലേ? അതാണ് പറഞ്ഞത്. മാവേലി നാടുവാണിടും കാലം മനുഷ്യർ എന്ന് പറഞ്ഞാൽ ആരാ? മനുഷ്യരല്ലേ?
മനുഷ്യരെല്ലാവരും ഒരുപോലെ സമത്വത്തോടെ വാണ കാലായിരുന്നു, അല്ലെ, ജീവിച്ച കാലായിരുന്നു. അതാണ് പറഞ്ഞത്. നെക്സ്റ്റ് എന്താ പറയുന്നേ? ആമോദത്തോടെ വസിക്കും കാലം, ആപത്തങ്ങാർക്കുമൊട്ടില്ലതാനും. അല്ലേ? ആമോദം, ആമോദം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സന്തോഷം, അല്ലെ? ആമോദം, സന്തോഷം. അപ്പൊ സന്തോഷത്തോടെ താമസിക്കുന്ന കാലം, വസിക്കുക, താമസിക്കുക, അല്ലെ, പാർക്കുക. ആപത്തങ്ങാർക്കും ഒട്ടില്ലതാനും. ആപത്ത് പറഞ്ഞെന്താ? വിഷമാവസ്ഥകളൊന്നും, കഷ്ടപ്പാടുകളൊന്നും ഉണ്ടായിരുന്നില്ല, അല്ലെ? എല്ലാവരും സന്തോഷത്തോടെ ആയിരുന്നു അന്ന് വസിച്ചിരുന്നത്, ജീവിച്ചിരുന്നത് എന്നർത്ഥം, താമസിച്ചിരുന്നത്, അല്ലേ? നെക്സ്റ്റ് എന്താ പറയുന്നത്? കള്ളവുമില്ല, ചതിവുമില്ല. കള്ളം, എന്താണ് കള്ളം? കള്ളത്തരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, അല്ലെ? മോഷണോ പിടിച്ചു പറിയോ ഒക്കെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ നമ്മുടെ കാലേ ആയിരുന്നില്ല അന്നല്ലേ. ഇന്ന് അതേ കേൾക്കാനുണ്ടാവും, കൊല്ലലും കളവും, അല്ലെ, ചതിയും, അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യർ തമ്മിൽ, അല്ലേ? രാഷ്ട്രീയത്തിന്റെ പേരിലായാലും മറ്റു വർഗീയതയുടെ ആയാലും ഒക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലമായി ഇന്ന്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല അന്ന് നമ്മുടെ മഹാബലി നാടുവാണുന്ന കാലം. അങ്ങനെ ആയിരുന്നില്ല എന്നാണ് പറയുന്നത്, അല്ലെ? ഇപ്പൊ കള്ളവുമില്ല, ചതിവ്, ചതിവ് വഞ്ചന, അല്ലെ? ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ചതിക്കലും വഞ്ചിക്കലും മാത്രമേ ഉള്ളൂ, അല്ലെ? മെയിനായി രാഷ്ട്രീയത്തിന്റെ പേരിലാണെങ്കിലും ഒക്കെ. പക്ഷെ അന്ന് അങ്ങനെ ആയിരുന്നില്ല. എള്ളോളമില്ല പൊളിവചനം, അല്ലെ? പൊളിവചനം എന്ന് പറഞ്ഞാല് കള്ളത്തരങ്ങൾ പറയുന്നത്, തെറ്റായ വാക്കുകൾ പറയുന്നത്. പൊളിവചനം ഒട്ടും ഉണ്ടായി, എള്ളോളം ഉണ്ടായിരുന്നില്ല. എള്ളോളം എന്ന് പറഞ്ഞാല് എള്ളു പറഞ്ഞ ചെറിയ സാധനമാണ്, അല്ലെ? എള്ളു നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത്ര പോരെയും ഉണ്ടായിരുന്നില്ല എന്നർത്ഥം. കള്ളപ്പറയും ചെറുനാഴിയും, കള്ളത്തരങ്ങള് മറ്റൊന്നുമില്ല, കള്ളത്തരങ്ങളില്ല, ഒന്നും അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നില്ല. മനുഷ്യർ തമ്മിൽ സമത്വത്തോടെ നല്ല സന്തോഷത്തോടെ സുഖമായി ജീവിച്ചിരുന്ന ഒരു കാലമായിരുന്നു മഹാബലി നാടുവാണിരുന്ന കാലം എന്നാണ് പറഞ്ഞത്, അല്ലെ? കള്ളവും ഉണ്ടായിരുന്നില്ല, ചതിവുണ്ടായിരുന്നില്ല, പൊളിവചനങ്ങൾ പറയാറുണ്ടായിരുന്നില്ല, പിന്നെന്താ, കള്ളത്തരങ്ങള് ഒന്നും, ആരും മോഷണങ്ങളോ പിടിച്ചുപറികളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അത്രയും നല്ല സുന്ദരമായ സമത്വത്തോടെ ജീവിച്ചിരുന്ന ഒരു കാലമായിരുന്നു മഹാബലി ജീവിച്ചിരുന്ന കാലം എന്നാണ് പറയുന്നത്, അല്ലെ? ഓക്കെ, ഒന്നുകൂടി ശ്രദ്ധിക്കുക. അപ്പോ മാവേലി നാടുവാണിരുന്ന കാലം എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലായോ ഇപ്പൊ നിങ്ങൾക്ക്? ഇതാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞത്, മഹാബലി നാടുവാഴുന്ന കാലത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്, അല്ലെ? അപ്പോ അങ്ങനെയുള്ള ഒരു കാലത്തിന്റെ ഓർമ്മക്കായിട്ട് നമ്മൾ ഓണം ആഘോഷിക്കുന്നത്, അല്ലെ? അപ്പോ മഹാബലി നാട് കാണാൻ വരുന്ന സമയത്ത് എല്ലാവരും അതുപോലെ തന്നെ ജീവിക്കുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്, അല്ലെ? അദ്ദേഹത്തിന് സന്തോഷം ഉണ്ടാവുമ്പോൾ നമ്മൾ ചെയ്യുക എന്നാണ് പറയുന്നത്, അല്ലെ? അപ്പോ വാമനനാണ് അദ്ദേഹത്തെ ചവിട്ടി താഴ്ത്തുകയാണ്, അല്ലെ? ഓക്കെ, അങ്ങനെയാണ് സങ്കല്പം. അപ്പോ ഒന്നുകൂടി പാടാം. അപ്പൊ മഹാബലി നാടുവാണിയിരുന്ന കാലത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അതുപോലെയുള്ള കാലമായിരുന്നു പഴയ കാലങ്ങൾ. അത് ഓർമ്മിക്കാൻ വേണ്ടിയാണ് ഓണം ആഘോഷിക്കുന്നത്. ആയിഷ ഇവിടെ ശ്രദ്ധിക്കുന്നില്ലേ? ആയിഷേ ഉണ്ടോ? ഓക്കെ, അപ്പോ ഒന്നുകൂടി അത് പാടാ, ശ്രദ്ധിക്കണം കേട്ടോ. മാവേലി നാടുവാണിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ, ആമോദത്തോടെ വസിക്കും കാലം, ആപത്തങ്ങാർക്കുമൊട്ടില്ല താനും. കള്ളവുമില്ല, ചതിവുമില്ല, എള്ളോളമില്ല പൊളിവചനം. കള്ളപ്പറയും ചെറുനാഴിയും, കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. പൊളിവചനം, വചനം എന്ന് പറഞ്ഞ വാക്കാണ്. പൊളി തെറ്റ്, അല്ലെ? തെറ്റായ വാക്കുകൾ, പൊളിവചനം. ഓക്കെ, അങ്ങനെയാണ് പറയുന്നത്, അല്ലെ? അപ്പോ
ഇത് വായിക്കാൻ അറിയോ നിങ്ങൾക്ക് ഇപ്പോ? ഈ പാട്ട് ചില കുട്ടികൾക്കെല്ലാം അറിയായിരിക്കും അല്ലേ? അറിയോ? ആർക്കെങ്കിലും അറിയോ ഈ മാവേലി നാടുവാണിയിടും കാലം എന്നുള്ള പാട്ട്? പഠിച്ച് കേട്ടിട്ടുണ്ടോ ഇതിനു മുമ്പേ നിങ്ങള്? ആരൊക്കെ കേട്ടിട്ടുണ്ട്? ഒന്ന് മിസ്സിനോട് പറഞ്ഞേ. ആയിഷ് കേട്ടിട്ടുണ്ടോ? ആയിഷേ, ആരൊക്കെയാ കൈബന്ധിക്കുന്നത്? ആരും കൈബന്ധിക്കുന്നില്ല. ആരും കേട്ടിട്ടില്ല ഇത് ഈ പാട്ട് ഇതിനു മുമ്പ്? ഓക്കേ, അപ്പോ മനസ്സിലായോ? അത് ഒന്നുകൂടി മിസ് പാടണോ? മനസ്സിലായില്ലേ ഷഹ്ബറ? മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഒന്നുകൂടി ശ്രദ്ധിച്ചോ. മാവേലി നാടുവാണിടും കാലം മാനുഷരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കുമൊട്ടില്ലതാനും. കള്ളവുമില്ല ചതിവുമില്ല എള്ളോളമില്ല പൊളിവചനം. കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. അല്ലേ? അത്ര വരെയാണ് പാട്ട്. ഒന്നുകൂടി പാടണോ? ശ്രദ്ധിക്കുക. മാവേലി നാടുവാണിടും കാലം മാനുഷരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കുമൊട്ടില്ലതാനും. കള്ളവുമില്ല ചതിവുമില്ല എള്ളോളമില്ല പൊളിവചനം. കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. പഠിച്ചോ? ആർക്ക് പാടാൻ പറ്റും? ഷഹ്ബറക്ക് പാടാൻ പറ്റും. ഷഹ്ബറ പ്ലീസ് അൺമ്യൂട്ട്. ക്ലിയർ ഇല്ലല്ലോ. ഉറക്കെ പാടിയേ. മാവേലി നാടുവാണിടും കാലം. നാട് വാണിടുന്ന കാലം. വാണുക, വാഴുക, ഭരിക്കുക എന്നർത്ഥം. അപ്പൊ മാവേലി നാടുവാണിടും കാലം മനുഷ്യർ എല്ലാവരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്ത് ആർക്കും ഇല്ല. ആർക്കും ആപത്തങ്ങാർക്കും ഒട്ടില്ല താനും. താനും കളിവോമിൽ ചാത്തിവോമിൽ അത് 4 വരി പാടാം നമുക്കല്ലേ? ഒന്നുകൂടി മിസ് പാടാം, ശ്രദ്ധിച്ചോ. മാവേലി നാടുവാണിടും കാലം. ഒന്നുകൂടി ആ വരി തന്നെ പാടാ. മാവേലി നാടുവാണിടും കാലം. പാടിക്കോ മിസ്സിന്റെ കൂടെ. എല്ലാവരും ഒച്ചത്തിൽ ഉറക്കെ ലൗഡില് ഒച്ചത്തിൽ വായിക്കണം കേട്ടോ. മാവേലി നാടുവാണിടും കാലം. പാടിക്കോ ഒന്നുകൂടി അതേ ലൈൻ. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ
ഓക്കെ, ആ 2 ലൈൻ വായിക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ടോ റിച്ചാർഡേ? മാവേലി നാടു വാണിടും കാലം മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാവരും മനുഷ്യരെല്ലാവരും ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും മിട്ടില്ല താനും കള്ളവുമില്ല ചതിവുമില്ല എള്ളോളം ഇല്ല ഒളിവചനം കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. ഓക്കെ, നെക്സ്റ്റ് ആലൻ. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും മുട്ടില്ല താനും കള്ളവുമില്ല ചതിവുമില്ല എള്ളോളമില്ല പൊളിവചനം കള്ളം പറയും ചെറുനാടും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. ഓക്കെ, ഒന്നുകൂടി പാടാ. മാവേലി മാവേലി നോക്കി വായിച്ചേ. മാ കാച്ചിനുട്ടു മാ വാക്കെന്തിട്ടു എന്ന ചിഹ്നമുണ്ട്. അപ്പൊ എന്ത് വായിക്കും? മാവേലി. ലാക്ക് വള്ളി ഇട്ടിട്ടുണ്ട് അല്ലേ? അപ്പൊ മാവേലി, അതായത് മഹാബലി. മാവേലി